ഹേ ഗൈസ്, അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണമൊന്നുമില്ല, ആ ഒരു ഫ്ലോ അങ്ങ് പോയി കിടക്കുക. എനിക്ക് റിയയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. നേഹ അതിലെ രാവിലെ മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കുവാണ്. ഞങ്ങളുടെ ഈ നഴ്സിംഗ് ജീവിതത്തിൽ ആദ്യത്തെ ഫസ്റ്റ് നൈറ്റ് ഡ്യൂട്ടിയാണ് ഇന്ന് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് എക്സൈറ്റഡുമാണ്. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു കൺഫ്യൂഷനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രാത്രി കഴിക്കാനുള്ള ഫുഡും ഒക്കെ പ്രിപ്പയർ ചെയ്ത് അതും പാക്ക് ചെയ്ത് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് എല്ലായിടത്തും ബൈക്ക് പറഞ്ഞിറങ്ങി. ഹോസ്റ്റലിൽ നിന്നുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഹോസ്റ്റലിലോട്ട് അയക്കും കേട്ടോ. നൈറ്റ് ഡ്യൂട്ടി ഉള്ള പിള്ളേർ അപ്പോൾ അതിൽ കയറി പോയാൽ മതി. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ പാക്ക് ചെയ്ത് സെറ്റായി റെഡി ആയിട്ട് വന്നു. ഇനി ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി, കാരണം കുറച്ച് ഞങ്ങൾ ലേറ്റായി. അപ്പം ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ പഞ്ച് ചെയ്തു. പിന്നെ സൈൻ വിട്ടിട്ട് ഞങ്ങൾ വാർഡിലോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ എല്ലാവരും വാർഡിലെത്തി. പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുമായിരുന്നു ഗൈസ്, കാരണം ഈ ലഞ്ച് ബോക്സിൽ ഫുഡൊക്കെ കൊണ്ടിട്ട് കുറേ നാളായില്ലേ. അപ്പോൾ ആ ഒരു കൊതിയിൽ പെട്ടെന്ന് എടുത്ത് കഴിച്ചു. എന്നിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ ചെയ്യാനുള്ള ജോലിയൊക്കെ ചെയ്ത് തീർന്നു. കുറച്ച് മെഡിക്കേഷൻസും കാര്യങ്ങളും പേഷ്യൻസിന് കൊടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് കുറച്ച് ഇരുന്നു. പിന്നെ കുറച്ച് റെക്കോർഡ്സൊക്കെ എഴുതി തീർക്കാനുണ്ടായിരുന്നു. അതെല്ലാം എഴുതി തീർത്തു. അങ്ങനെ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് മരുന്ന് മേടിക്കാൻ ഞങ്ങൾ ഫാർമസി വന്നപ്പോൾ അവിടെ ഞങ്ങൾ ശ്വേതനെ കണ്ടു. പിന്നെ ശ്വേതയായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അവൾ പീഡിയാട്രിക്കിലായിരുന്നു. അപ്പോൾ അവിടുത്തെ കഥകളൊക്കെ കേട്ട് നിന്നു. എന്നിട്ട് കുറേ ഒരു രാത്രി ഒരു 1:30 ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ക്യാൻറ്റീനിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ചായ കുടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഇറങ്ങാൻ പാടില്ല കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കണ്ണ് വെട്ടിച്ച് ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ മീറ്റ് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് തിരിച്ച് ഞങ്ങൾ വാർഡിലെത്തി. കിടന്നുറങ്ങാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അത് കയറി കിടന്നുറങ്ങി. അതാണ് നമുക്കങ്ങനെ കയറി കിടന്നുറങ്ങാൻ പോലും പറ്റത്തില്ല. രാത്രി അവർ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ നമ്മൾ വാർഡിൽ തന്നെ കാണണം കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ടായിരുന്നു അടുത്ത ഷിഫ്റ്റിനുള്ള ആൾക്കാർ വന്നു. അപ്പോൾ എബിനെ ശരത്തിനെ അവിടെ വെച്ച് കണ്ടു. പിന്നെ പെട്ടെന്ന് ഹോസ്റ്റലിലെത്തി കുളിച്ച് ഫ്രഷ് ആയപ്പോഴാണ് സമാധാനമായത്. പിന്നെ ഞങ്ങൾ വരുന്ന വഴി ഒരു പാലും മേടിച്ച് അതൊരു കോഫി ഉണ്ടാക്കി അതും കുടിച്ചിട്ട് പെട്ടെന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.